പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ ക്രിസ്തുമസ് ആശംസകൾ. ക്രിസ്തുമസ് ആഘോഷ വേളയിൽ ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ ഒട്ടും ശുഭദായകമല്ല. മിക്കപ്പോഴും ഈ ആഘോഷങ്ങൾക്ക് മേൽ സംഘികളുടെ കടന്നുകയറ്റമുണ്ടാകുന്നു, ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ആഘോഷ വേളകൾ ആക്രമിക്കപ്പെടുന്നു, കരോൾ സംഘങ്ങൾക്ക് മേൽ ആക്രമണം അഴിച്ചുവിടുന്നു. ഈ ക്രിസ്മസ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന തൊപ്പിയും കേക്കും ഒക്കെ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ, കച്ചവട സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതുപോലെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കരിച്ചിരിക്കുന്ന മാളുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ വരികയാണ്. ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒറീസ പോലെ താരതമ്യേന സമാധാനപൂർണ്ണമായിരുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇപ്പോൾ BJP അധികാരത്തിൽ വന്നൊരു ഹുങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയും ആക്രമണം നടക്കുന്നു. UP-യിൽ നിന്ന് വരുന്നത് അവിടെ അവധി റദ്ദാക്കിയിരിക്കുന്നു എന്നാണ്. ലോകം മുഴുവനും അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന, അവധി ആഘോഷിക്കുന്ന വേളയിൽ UP-യിൽ ക്രിസ്മസിനോട് അനുബന്ധിച്ച് അവധി റദ്ദാക്കിയിരിക്കുന്നു. സ്കൂളുകളിൽ നിർബന്ധിത ഹാജർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എതിരെ നടപടിയെടുക്കും, ഇന്നത്തെ ദിവസം സ്കൂളിൽ ഹാജരായില്ല എങ്കിൽ എന്ന രീതിയിൽ അവിടെ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എത്രമാത്രം അസന്തുലിതരാണ്, എത്രമാത്രം അസഹിഷ്ണുത പുലർത്തുന്നവരാണ് ഇന്ത്യയിലെ സംഘികൾ എന്ന് വ്യക്തമാക്കുന്ന നടപടികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും വിരോധാഭാസമായ മറ്റൊരു കാര്യം, ഇത്രയൊക്കെ സംഭവങ്ങൾ ഇന്ത്യയിൽ നടക്കുമ്പോഴും കാസയുടെ ഫേസ്ബുക്ക് പേജാണ്. കാസ പറയുന്നത് കേക്ക് ക്രിസ്മസ് ആഘോഷിക്കുവാൻ മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങരുത്, കേക്കിലിടുവാനുള്ള അണ്ടിപ്പരിപ്പ് മുഹമ്മദ് കാക്കയുടെ കടയിൽ നിന്ന് വാങ്ങരുത് എന്നൊക്കെയാണ്. ഇത്രയും ആസൂത്രിതമായ ആക്രമണങ്ങൾ ഒരു വിഭാഗത്തിനെതിരെ സംഘടിപ്പിക്കുമ്പോഴും കാസയെപ്പോലെ ക്രൈസ്തവ പ്രാതിനിധ്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടന പറയുന്നത്, അവരുടെ ഫേസ്ബുക്ക് പേജ് അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അണ്ടിപ്പരിപ്പ് വാങ്ങരുത്, അതുപോലെ കേക്ക് വാങ്ങരുത് മുസ്ലിം കടകളിൽ നിന്ന് എന്നൊക്കെയാണ്. മറ്റൊരു കാര്യം, ഈ ഇന്ത്യയിൽ നിന്നുള്ള സംഘികളുടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും പോരാഞ്ഞിട്ട് ബംഗ്ലാദേശിൽ നിന്നും ഒരാളെ കൂടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഈ ആഘോഷങ്ങൾക്ക് ചൂടും ഊരും പകരുവാൻ എന്ന വാർത്ത പുറത്തു വരികയാണ്. അയാളുടെ പേര് സുനീർ റഹ്മാൻ എന്നാണ്. അയാളൊരു എക്സ് മുസ്ലിം ആയിരുന്നു എന്ന വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസം ഗാസിയാബാദിൽ ഇയാൾ അവിടെ ആഘോഷം നടത്തുകയായിരുന്ന രാജു എന്ന് പറയുന്ന ഒരു പുരോഹിതന് നേതൃത്വത്തിൽ ആഘോഷം നടക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞു കയറിയും അവിടെ നടത്തിയ കോലാഹലങ്ങളും ഒക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത് എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. ദിവ്യഗർഭം എന്ന് പറയുമ്പോൾ ബയോളജിക്കലായിട്ട് അത് എങ്ങനെ ശരിയാകും എന്നൊക്കെ ചോദിക്കുന്ന ഒരു സംഖ്യയുടെ ചിത്രം വളരെ ക്രൂദ്ധനായിട്ട്, വളരെ അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന മുഖഭാവത്തോടു കൂടിയുള്ള അയാളുടെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ്. അയാൾ ഒരു ബംഗ്ലാദേശി ആയിരുന്നു എന്ന വാർത്ത പിന്നീടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ അയാൾ നിരന്തരം ഈ ഹൈന്ദവ ദൈവങ്ങളെയൊക്കെ അപമാനിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്ത അയാളെ അവിടുത്തെ മതസഹിഷ്ണുത തകർക്കുന്നു എന്നതിൻ്റെ പേരിൽ ബംഗ്ലാദേശ് പുറത്താക്കിയ ഒരാളാണ്. പിന്നീട് അയാൾ ബഹറിൽ അഭയം തേടി. പിന്നീട് ഇത്തരം ഭ്രാന്തന്മാർക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ഇവിടെ അയാൾ വന്ന് എക്സ് മുസ്ലിം ആയിരുന്ന അയാൾ അവിടെ ഹൈന്ദവ ദേവന്മാരെയൊക്കെ അപമാനിച്ച് പ്രസംഗം നടത്തിയിരുന്ന ആൾ ഇവിടെ വന്ന് സംഘിയായി, ബാബയായി. പിന്നീട് അയാൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ അയാളെ മാനസിക രോഗി എന്ന് പറയുകയാണ്. ഈ സംഘികൾ മാനസിക രോഗിയാകുന്ന ഒരു പ്രതിഭാസം അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. അക്രമ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അവസാനം പോലീസ് പിടിച്ച് കേസൊക്കെ ആകുമ്പോൾ അത് മാനസിക രോഗി എന്ന് പറയുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഈ അടുത്ത സമയങ്ങളിലായി ധാരാളമുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത. മറ്റൊരു ക്രിസംഖിയായ നമ്മുടെ ഷോൺ ജോർജിൻ്റെ ഒരു പ്രസ്താവനയാണ്. അയാൾ പറയുന്നത് ഈ നോക്കിയും കണ്ടുമൊക്കെ കരോളും ക്രിസ്മസും ഒക്കെ ആക്രമിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്നാണ്. ഈ പാലക്കാട് സംഘികൾ ഒരു ക്രിസ്മസ് കരോളിന് നേരെ നടത്തിയ ആക്രമണത്തെക്കുറിച്ചാണ് അയാൾ പറയുന്നത്, ഷോൺ ജോർജ് പറയുന്നത്. കാരണം പാലക്കാട് സംഘികളുടെ നേതൃത്വത്തിൽ കരോള ആഘോഷത്തിന് നേരെ ആക്രമണം നടന്നു. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് ഷോൺ ജോർജിനെ പോലെയുള്ള മൊണ്ണകൾ ഇങ്ങനെ മറുപടി നൽകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. മറ്റൊരു ക്രിസംഖിയായ നമ്മുടെ മാത്യു സാമുവൽ, അയാളുടെ ഒരു വീഡിയോയും കൂടി ഞാനിന്ന് കാണുന്നതിനിടെ അയാൾ പറയുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ കാരണം, ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കൊക്കെ കാരണം ഇന്ത്യയിൽ ശക്തമായ പ്രതിപക്ഷമില്ലാത്തത് കൊണ്ടാണെന്നാണ് അയാൾ പറയുന്നത്. രാഹുൽ ഗാന്ധി മൊണ്ണായതുകൊണ്ടെന്നാണ് അയാൾ പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി അയാൾ ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും ഒക്കെ ഇറങ്ങിച്ചെന്ന് സംഘപരിവാർ വരുത്തുന്ന വിനയെക്കുറിച്ച്, സംഘപരിവാർ അധികാരത്തിൽ വന്നാൽ ഈ രാജ്യം നേരിടേണ്ടി വരുന്ന ഭീഷണിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ
ഉത്തരേന്ത്യയിലെ ജനസമൂഹങ്ങൾ കുറച്ചുകൂടി വർഗീയവത്കരിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ട്, അവരെത്രത്തോളം അത് കേൾക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പതിറ്റാണ്ടുകൾ രാഹുൽ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിയുടെ പ്രസ്ഥാനത്തിനും ഇന്ത്യയിലെ ഫാസിസത്തിൻ്റെ വളർച്ചയെ തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞുവെങ്കിലും ഇപ്പോൾ അവരുടെ കയ്യിൽ നിൽക്കുന്നതിനപ്പുറമേക്ക് അവരുടെ വളർച്ച അധികരിച്ചു കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധിയെക്കാളും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ കഴിയുക ക്രൈസ്തവ സഭകൾക്കാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ചും ഈ കേക്കും വൈനും ഒക്കെ കൊണ്ടുവരുമ്പോൾ, സംഘികൾ കൊണ്ടുവരുമ്പോൾ അത് വാങ്ങിച്ച് കഴിച്ച് വൈനും കുടിച്ചിരിക്കാതെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് ക്രിയാത്മകമായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഈ റബ്ബറിന് വില കൂട്ടുന്നതിനേക്കാൾ അധികമായിട്ട് ആ സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് ക്രൈസ്തവ സഭാ നേതൃത്വവും നടത്തേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. ക്രിസ്മസ് ഡൽഹിയിലെ ബിഷപ്പുമാർ നടത്തിയപ്പോൾ അതിൽ ക്രൈസ്തവരായ എംപിമാരെ ക്ഷണിക്കാതെ BJP പക്ഷപാതികളായ BJP അനുകൂലിക്കുന്ന എംപിമാരെയാണ് ക്ഷണിച്ചതെന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങളൊക്കെ അന്നത്തെ മാധ്യമങ്ങൾ നിറഞ്ഞിരുന്നതാണ്. അത്രത്തോളം BJP വിധേയത്വം ഇന്ത്യയിലെ ചില സഭകൾ ഒക്കെ പുലർത്തുന്നുണ്ട് എന്നത് വാസ്തവം കൂടിയാണ്. അത് നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ, ഉത്തരേന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ സഭകൾക്ക് നേരെയും പുരോഹിതന്മാർക്കുമൊക്കെ എതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവരൊക്കെയും പെന്തക്കോസ്റ്റുകളാണ്, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനികളാണ്, തങ്ങളൊക്കെയും സുരക്ഷിതരാണ്, തങ്ങൾ ഉന്നത കുലജാതരാണ്, തങ്ങൾക്കെതിരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നൊരു മിഥ്യാധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വിതാവിലാണ്. പ്രത്യേകിച്ചും ഗുജറാത്തിലെയൊക്കെ കലാപ സമയത്ത് അവിടെ ഇത്തരം സംഘപരിവാര സംഘടനകളൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന, സാമ്പത്തിക സഹായം നൽകിയിരുന്ന ഉന്നത കുലജാതരായ ഒരുപാട് മുസ്ലിം വ്യവസായികളുണ്ട്. അവർ വിചാരിച്ചിരുന്നു തങ്ങൾ ഈ സംഘ നേതൃത്വവുമായിട്ടൊക്കെ വലിയ നല്ല ബന്ധത്തിലാണ്, തങ്ങളൊന്നും ആക്രമിക്കപ്പെടില്ല, തങ്ങൾ സുരക്ഷിതരാണ് എന്നതായിരുന്നു. പക്ഷേ കലാപത്തിൻ്റെ സമയത്ത് ഏറ്റവും ആദ്യം ആക്രമിക്കപ്പെട്ടത് ഇത്തരം വ്യാവസായിക സ്ഥാപനങ്ങളായിരുന്നു, അവരുടെ കച്ചവട സ്ഥാപനങ്ങളായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ മണിപ്പൂരൊക്കെ തന്നെയും വലിയ ഉദാഹരണങ്ങളായി നിൽപ്പുണ്ട്. അവിടുത്തെ കലാപങ്ങളും ഒക്കെയും വലിയ ഉദാഹരണങ്ങളായി നിൽപ്പുണ്ട്. എന്തായാലും ഈ ക്രിസ്മസിൻ്റെ വേളയിൽ ഇന്ത്യ കൂടുതൽ സമാധാനപൂർണ്ണമായി വർദ്ധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു സംസ്കാരമാണ്. വിവിധ ജാതികൾ, വർണ്ണങ്ങൾ, മതങ്ങൾ എല്ലാവരും നിറഞ്ഞൊരു സംസ്കാരം. പണ്ട് പറയാറുണ്ട്, കവികളൊക്കെ പാടാറുണ്ട്, ബ്രിട്ടീഷുകാരനേക്കാൾ വെളുത്തവനും ആഫ്രിക്കക്കാരനേക്കാൾ കറുത്തവനും മംഗോളിയക്കാരനേക്കാൾ മഞ്ഞ നിറമുള്ളവനും, അത്രമേൽ വൈവിധ്യങ്ങളുള്ള എല്ലാ രാജ്യത്തിൻ്റെയും പ്രത്യേകതകൾ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന അത്രമേൽ പ്രത്യേകതയുള്ള ഒരു രാജ്യമാണിത്. ആ രാജ്യം മതേതരവും ജനാധിപത്യപരമായി നിലനിൽക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ മതേതര സംഘടനകൾക്കൊക്കെ പിൻബലം നൽകി മതവിശ്വാസികളും ഒക്കെ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.